യു എയിൽ നിന്ന് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കുന്നതാണ് ഈ പ്രോജക്റ്റ്. യു എയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എമറൈറ്റ്സ് ഐ ഡി പാസ്പോർട്ട് കോപ്പിയൊക്കെ വെച്ചിട്ട് KYC ചെയ്യുകയും നമുക്ക് നമ്മുടെ KYC പൂർത്തിയായതിനു ശേഷം നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് മിനിമം ഒരു 1000 dirhams ഒക്കെ വെച്ചിട്ട് നമുക്ക് SIP ഇവിടെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ ഫണ്ടുകളിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇപ്പോൾ ടാറ്റയുടെ ഷെരിയ ഫണ്ടൊക്കെ നോക്കുന്നവർ ധാരാളം മെസ്സേജ് അയക്കാറുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് TISF എന്ന് പറയുന്ന ടാറ്റ ഇന്ത്യൻ ഷെരിയ ഇക്വിറ്റി ഫണ്ടിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടാറ്റയുടെ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളൊക്കെ ഉണ്ട്. ലാർജ് മിഡ് ക്യാപ്പിലൊക്കെ പൊസിഷൻ ചെയ്യുന്ന ധാരാളം ഫണ്ടുകളുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് അതിവേഗമാണ് ഡെവലപ്പ് ആയിക്കൊണ്ട് IMF തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമി 3rd ലാർജസ്റ്റ് ആവും 2027 എന്ന് പറയുന്ന സമയത്ത്. നമ്മളിപ്പോൾ നിൽക്കുന്ന 5ാം സ്ഥാനത്താണ്. നമ്മുടെ എക്കണോമി അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിലായിട്ട് വരുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമി, അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ട് ധാരാളം പേരാണ് ഇന്ന് ബാങ്കുകളിലെ FD ഒക്കെ മാറ്റിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനും അതുപോലെ മ്യൂച്വൽ ഫണ്ടിനൊക്കെ വലിയ ബലമാണ് നൽകിക്കൊണ്ടിരിക്കും. എന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോളറിൽ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടാക്സും ഇല്ല. നമ്മുടെ നാട്ടിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ രൂപയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡോളറും രൂപയും തമ്മിൽ എവരി ഇയർ 4% ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ലോങ് ടൈമിന് 12%, ഷോർട്ട് ടൈം ആണ് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ 20% ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ. യു എയിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെയും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ യു എയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കും. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നമ്മൾ KYC ഒക്കെ ചെയ്തെടുക്കണമെങ്കിൽ 1 മാസമോ 2 മാസമോ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ റിജക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ധാരാളം പേരാണ് ഇതുപോലെ KYC ഒക്കെ കംപ്ലീറ്റ് ആവാണ്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയുന്നത്. നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. യു എയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എമറൈറ്റ്സ് ഐ ഡിയും അതുപോലെ പാസ്പോർട്ട് കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാവുന്നതാണ്. ഓക്കെ ബ്രോസ്, താങ്ക്സ്.